ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. 3 സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു. സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുവാനായി തൗഫീഖ് ഉണ്ട്. തൗഫീഖ്, ഏറ്റവും പുതിയ വിവരം എന്താണ് ഈ ആക്രമണത്തിന്റെ? അജി, ഇന്നലെ മുതൽ പൂഞ്ചിൽ ഭീകരാക്രമണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സൈനിക വാഹനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും 3 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. 3 പേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നിലയാണിപ്പോൾ ഗുരുതരമായി തുടരുന്നത്. 2 സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്ന് കൂടുതൽ സൈനികർ ഇപ്പോൾ പൂഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കർശനമായിട്ടുള്ള പരിശോധനകൾ വിവിധയിടങ്ങളിൽ തുടരാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ പ്രദേശത്ത് വിന്യസിക്കാനുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പൂഞ്ചിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം നടക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷയും അതോടൊപ്പം തന്നെ ജാഗ്രതയും വേണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് നിലവിൽ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭീകരർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അസ്വാഭാവികമായി എവിടെയെങ്കിലും കാണുകയോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയോ ചെയ്താൽ ഉടൻ തന്നെ സേനയെ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. ശരി തൗഫീഖ്.